നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കാര്യങ്ങൾ ഇത്രത്തോളം വഷളാകുമെന്നോ ഇങ്ങനെ ഒരു വഴിത്തിരിവ് ഉണ്ടാകുമെന്നോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മോളെ. നന്ദു അവൾ എന്തിനാണ് ഇങ്ങനെ ഒരു ബുദ്ധിമോശം കാണിക്കാൻ ശ്രമിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. എടാ, നീ കാരണം നിന്റെ കുടുംബത്തിലെ ബാക്കി എല്ലാവരുടെ ജീവിതത്തിലും സംഭവിച്ചതൊക്കെ അപ്രതീക്ഷിതമായിരുന്നല്ലോ ഗിരി. ജോൾസിനെ വിളിച്ച് മുഹൂർത്തം കുറിപ്പിച്ച ഒരു കല്യാണം, അത് അവസാന നിമിഷത്തിൽ മുടങ്ങിപ്പോകുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? എടാ, ഞാൻ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ എന്താണ് കാരണമെന്ന് നിങ്ങൾക്കെങ്കിലും നന്നായിട്ട് അറിയാമല്ലോ. എടാ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു വർത്തമാനം? അങ്ങനെ കാര്യങ്ങൾ ഞങ്ങൾ മാത്രം അറിഞ്ഞോണ്ട് എന്താ പ്രയോജനം ഗിരി? അതുകൊണ്ടല്ലേ സംഭവിച്ച എല്ലാ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം നിന്റെ തലയിൽ മാത്രം ഇരിക്കുന്നേ. ഇപ്പൊ തന്നെ നോക്ക്, സുമിതയുടെ വീട്ടില് അത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ടും ഗിരി ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഗിരിയെ കുറിച്ച് അവരെന്തായിരിക്കും വിചാരിക്കുക? സംഭവം അറിഞ്ഞ് സുമിത ആശുപത്രിയിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോ ഞാനും അവളുടെ കൂടെ പോകാൻ തയ്യാറായതാണ്. പക്ഷേ സുമി, നിക്ക് ഒരു 5 മിനിറ്റ്, ഞാൻ കൂടെ വരാം, നമുക്ക് ഒരുമിച്ച് പോവാം. വേണ്ട, ഗിരി വരണ്ട. അതെന്താ സുമി നീ അങ്ങനെ പറയുന്നത്? തീർന്നുകൊണ്ടല്ല ഗിരി, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗിരി അങ്ങോട്ടേക്ക് വന്നാ അതൊട്ടും നന്നാവില്ല. അതെന്തുകൊണ്ടാണെന്ന് ഗിരിക്ക് നന്നായിട്ട് അറിയാലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഗിരി പറഞ്ഞൊക്കെ ശരി തന്നെയാ. ഗിരിയുടെ നല്ലതിനെ കരുതി തന്നെയാണ് സുമി ഗിരിയോട് ആശുപത്രിയിലേക്ക് വരണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ അത് കേട്ട് ഗിരി പോവാതിരുന്നത് മോശമായി പോയി. നിങ്ങളും കൂടെ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ. ആകെ ഒരു ആശ്വാസത്തിന് ഞാൻ ഇങ്ങോട്ട് വരുന്നു. നിങ്ങളും കൂടി ഇങ്ങനെ തുടങ്ങിയ പിന്നെ എങ്ങനെയാ? ഞാൻ ആശുപത്രിയിലേക്ക് ചെന്നാ അത് അവർക്ക് ആർക്കും ഇഷ്ടാവില്ലെന്ന് സുമി പറഞ്ഞു. അതാ ഞാൻ പോകാൻ. എനിക്ക് ആശുപത്രിയിൽ വെച്ചൊരു പ്രശ്നം വരണ്ട എന്ന് കരുതിയ സുമിത അങ്ങനെ പറഞ്ഞത്. പക്ഷെ ആശുപത്രിയിൽ സീരിയസ് ആയി കിടക്കുന്ന സുമിയുടെ അമ്മയെ കാണാൻ ഒരു മരുമകൻ എന്ന നിലയിൽ നീ പൂർണ്ണമായി. ഒന്നില്ലെങ്കിലും ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണക്കാരൻ നീയല്ല. സുമിയുടെ കൂടെ ഗിരി ആശുപത്രിയിലേക്ക് പോവാതിരുന്നത് വലിയ തെറ്റായിപ്പോയി. ഇടിച്ചു കയറി ഗിരി പോണായിരുന്നു. സുമിതയുടെ വീട്ടുകാരുടെ മുന്നില് ഇപ്പൊ ഗിരിയുടെ സ്ഥാനം ഒരു വില്ലന്റേതാണ്. ഇപ്പോഴത്തെ അവസ്ഥയില് സുമിതയുടെ വീട്ടുകാര് എങ്ങനെയൊക്കെ പ്രതികരിച്ചാലും അതൊക്കെ കേൾക്കാൻ നീ ബാധ്യസ്ഥനാണ്. ഒന്നുമില്ലെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം നിനക്ക് തന്നെയല്ലേ ഗിരി? എടാ, എന്ത് ധാർമ്മിക ഉത്തരവാദിത്വം? സുമിതയുടെ അമ്മയ്ക്ക് അറ്റാക്ക് വന്നതിന് ഞാൻ എന്ത് പഠിച്ചു? ഗിരിയുടെ അനിയൻ കാരണം ഗർഭിണിയായ അവരുടെ മകളുടെ കല്യാണം മുടക്കിയത് ഗിരിയല്ലേ? അതുകൊണ്ടല്ലേ നന്ദിത ആത്മഹത്യക്ക് ശ്രമിച്ചത്? അതുകൊണ്ടല്ലേ സുമിതയുടെ അമ്മയ്ക്ക് അറ്റാക്ക് വന്നത്? അപ്പൊ പിന്നെ പരോക്ഷമായിട്ടെങ്കിലും ഇതിന്റെയൊക്കെ കാരണക്കാരൻ ഗിരി തന്നെയല്ലേ? ആ ധാർമ്മിക ഉത്തരവാദിത്തത്തിൽ നിന്ന് ഗിരിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇതൊരുമാതിരി ആടിനെ പട്ടിയാക്കുന്ന അവസ്ഥയായി പോയി കേട്ടോ. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇതിപ്പോ പടമേടിച്ച് പന്തളത്ത് ചെന്നപ്പം പന്തം കൊളുത്തി പടാന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായല്ലോ. ഗിരി, നിന്നെ ഞങ്ങൾ കുറ്റപ്പെടുത്തിയതല്ല. കാര്യങ്ങളുടെ ഗൗരവം നിന്നെ ഒന്ന് ബോധ്യപ്പെടുത്തിയതേ ഉള്ളൂ. തെറ്റ് പറ്റുന്നതൊക്കെ മനുഷ്യ സഹജാണ് ഗിരി. അത് തിരുത്തുന്നിടത്താണ് നമ്മളൊക്കെ വലുതാവുന്നത്. എന്തായാലും ശരി, കുടുംബത്തിൽ ആകെ അസ്വസ്ഥത ഉണ്ടാക്കിയ ഈ തെറ്റ് നീ തിരുത്തുക തന്നെ വേണം. ഇതൊരു ഒളിച്ചോട്ടായി പോയി ഗിരി. എന്തൊക്കെ ഭൂകമ്പങ്ങൾ ഉണ്ടായാലും ശരി, ആശുപത്രിയിൽ പോയി സുമിതയുടെ അമ്മേനെ കാണണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി സുമിത അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് കരുതി നീ ആശുപത്രിയിൽ പോകാതിരിക്കരുത്. എന്റെ കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ രണ്ടുപേരും കൂടുതൽ ബുദ്ധിമുട്ടണമെന്നില്ല. ഇക്കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് നല്ല തിരിച്ചറിവുണ്ട് എനിക്ക്. അപ്പൊ പിന്നെ എല്ലാം പറഞ്ഞ പോലെ ഓക്കെ, ബൈ. എടുത്ത ഭാരിച്ച തീരുമാനങ്ങളുടെ പേരിൽ ഗിരിക്ക് ചെറിയ തോതിലെങ്കിലും കുറ്റബോധം ഉണ്ടല്ലേ? പറഞ്ഞു മനസ്സിലാക്കി അവനെ തിരുത്തിയെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഈ കല്യാണം മുടങ്ങിയതിന്റെ പേരിൽ അവൻ നന്നായി അനുഭവിക്കുന്നുണ്ട്. സത്യം പറഞ്ഞ കഷ്ടമാണ് അവന്റെ ജീവിതം. പാവം, ആ തടി മാത്രമേ ഉള്ളൂ. ഉള്ളു മുഴുവൻ കന്നിക്കായ പോലെ നീട്ടി.
എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്റെ അമ്മ ചത്തു ഇല്ലെന്ന് അറിയാൻ വേണ്ടിയാണോ? ഇത്രയും വലിയൊരു ദ്രോഹം കാട്ടിക്കൂട്ടിയിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ തടി പോലെ നിൽക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? ശ്രീനിഷ, ഞാൻ മതി. ഇന്നുവരെ ഞങ്ങളുടെയൊക്കെ മനസ്സിലെ നിങ്ങൾക്കൊരു സ്ഥാനവും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഇനി കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. അത്രയും വലിയൊരു അന്യായോ നിങ്ങൾ എന്റെ കുടുംബത്തോട് ചെയ്തു. ന്യായവും അന്യായവും ചെയ്യാൻ ഇതല്ലല്ലോ ശ്രീനിഷ അവസരം. ഞാൻ വന്നത് അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന്. മതിയാക്കാനല്ല ഞാൻ പറഞ്ഞേ. ഇവിടെ നിന്ന് അധികം പ്രസംഗിക്കണ്ട. ഇനി നിങ്ങൾ ഇവിടെ അധികം നിന്നാ കാര്യങ്ങൾ വല്ലാത്ത മോശമോ. അതിനുള്ള ഇട വരുത്തരുത്. ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. നാണം കിടാൻ പോകുന്നതേ ദ ഗ്രേറ്റ് ഗിരിധരൻ നമ്പ്യാര് മാത്രമായിരിക്കും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ശ്രീ പ്ലീസ്. ഇത്രയൊക്കെ ആയിട്ടും ചേച്ചിക്ക് മതിയായില്ലേ? അച്ഛാ, നിക്ക്. ഒരടി ഇനി നിങ്ങൾ മുന്നോട്ട് വെച്ച് പോകരുത്. ക്ഷമിക്കണം, ഞങ്ങളെല്ലാവരും എല്ലാ രീതിയിലും തകർന്നിരിക്കുകയാണ്. കൂടുതൽ ദ്രോഹിക്കരുത്. അപേക്ഷയാണ്. അച്ഛാ, ഞാൻ ഇതൊരു ആശുപത്രിയാണ്. കൂടുതൽ ബഹളത്തിന് നിൽക്കാതെ ഗിരി ഇപ്പൊ പോണം. ഈ കുഞ്ഞു പെങ്ങൾ എന്ത് പറഞ്ഞാലും നടത്തി തരുന്ന വലിയേട്ടൻ എനിക്ക് വേണ്ടി ഈ കാര്യം കൂടി ചെയ്തു തരണം. ഏട്ടനത് എനിക്ക് വേണ്ടി ചെയ്തില്ലെങ്കിൽ അതോടെ തകരാൻ പോകുന്നത് എന്റെ കുടുംബജീവിതമായിരിക്കും. നന്ദുവിനെ ഓർത്ത് ഒരുകുന്ന മനസ്സോടെയുള്ള എന്റെ അമ്മയുടെ കിടപ്പേ ഞാൻ എങ്ങനെയാ കണ്ടു നിൽക്കേണ്ടത്? ഗിരി എന്നെ ഇത്രത്തോളം മനസ്സിലാക്കാതെ പെരുമാറുന്ന ഒരു കാലം വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതില്ല. നമ്മൾ കാരണം ഒരുപാട് പേര് വിഷമിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ വിഷമങ്ങൾ നമ്മൾ തന്നെ മനസ്സിൽ സൂക്ഷിക്കുന്നതല്ലേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.